ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എന്താ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആണ്. ഈ ക്ലേ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ക്ലേ ഉണ്ടെങ്കിൽ ആ ക്ലേ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് ക്ലേ ഉള്ളവർ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ക്ലേ നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ കാർഡ്ബോർഡിൽ ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം എന്താ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ സൈഡുകളൊക്കെ നന്നായി സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മുകളിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യണം. അതല്ല മറ്റുള്ള ക്ലേ ആണെങ്കിൽ വെള്ളം യൂസ് ചെയ്താലും മതി. അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ സൈഡ് നമ്മളിങ്ങനെ സിക്സ് ആക്ക് പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ സൈഡിലോട്ട് അതൊരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് നമുക്ക് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇനി അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ക്ലേ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതിന് മുന്നാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തെടുത്തു. എന്നിട്ട് ഒരു ക്ലേ പീസും കൂടെ എടുത്ത് ഇതേപോലെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ക്ലേ ടെറാക്കോട്ട ക്ലേ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ വീണ്ടും നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കും കേട്ടോ. ഇനി അതിനുശേഷം ഇതിൻ്റെ ഒരു ഹെഡ് പാർട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് നമ്മൾ ആദ്യമേ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ഒരു ക്ലേ എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒരു ട്രങ്ക് ചെയ്ത് കൊടുക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ വെച്ച് കണ്ണിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് ഒരു ഷേപ്പിലോട്ട് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ബ്രഷിൽ നമ്മൾ വെള്ളം യൂസ് ചെയ്യാണ്. ഹോം മെയ്ഡ് ക്ലേ ആണെങ്കിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു കിരീടം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വെച്ചിട്ട് അതും ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ ബ്രഷ് വെച്ച് തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ കിരീടം തലയുടെ ഭാഗം കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നൂല് പോലെ ഒരു പീസാക്കി അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെവി വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണ് ചെവി ഇതുപോലെയാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് താഴത്തോട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു ക്ലേ പീസ് താഴെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെവി വെച്ച് കൊടുക്കുന്നത്. പിന്നെ വീണ്ടും 2 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കാലിന് വേണ്ടിയിട്ടാണ് ഒരേ സൈസിൽ 2 പീസുകൾ എടുത്ത് ഇതേപോലെ ആക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാലിൻ്റെ ഒരു ഷേപ്പിലോട്ട് കിട്ടും. അപ്പോൾ അതും നമ്മൾ ബ്രഷ് വെച്ച് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ ഫീറ്റ് വരുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു ട്രയാങ്കിൾ പീസ് പോലെ ചെയ്ത് ഇങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ കൈയിൻ്റെ ഇതും ആയി കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈ ചെയ്ത് കൊടുത്തു. ഒരു കൈ ഇതേപോലെ, ഒരു കൈ ബ്ലെസ്സിങ് കൊടുക്കുന്ന പോലെയാണ് കേട്ടോ. ഒരു കയ്യിൽ ലഡു വയ്ക്കാനും ഒരു കയ്യിൽ ബ്ലെസ്സിങ് കൊടുക്കാനുമാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഒന്ന് മറച്ചും ഒന്ന് ഇങ്ങോട്ടുമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ കൊമ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കൊമ്പ് ഫുള്ളായിട്ടും ഒരു കൊമ്പ് നമ്മൾ ഹാഫ് കട്ട് ചെയ്തിട്ടുമാണ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 സൈഡിൽ നമ്മൾ കൊമ്പുകളും വെച്ച് കൊടുത്തു. അത് നമ്മൾ ബ്രഷിൽ ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലൊരു നൂല് ആയിട്ട് നമ്മുടെ പൂനൂലിടില്ലേ, അതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്ത് അത് നമ്മൾ കൊമ്പും ചെവിയുടെയൊക്കെ താഴേക്കോടെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വെക്കുന്നതിന് മുന്നേ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം ചെവിയുടെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്നൊരു ഡിസൈൻ കൊടുക്കുകയാണ്. പിന്നെ ഇതേപോലെ ചെയ്ത് എടുക്കുകയാണ്. ഒരു ട്രയാങ്കിൾ പീസ് പോലെ ചെയ്ത് അതിനിങ്ങനെ പരത്തി എടുക്കുകയാണ്. നമ്മുടെ കാലിൻ്റെ അവിടെ ഒരു തുണി ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സ് പോലെ ചെയ്യാനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഇരിക്കും കേട്ടോ. നന്നായിട്ട് ഫിക്സ് ആവാനൊക്കെ എളുപ്പമാണ് കൈ വെച്ച് ചെയ്യുന്നതിനേക്കാളും. അതിനുശേഷം ആ തുണി ക്ലോത്ത് ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഒരു ഡിസൈൻ വരാൻ വേണ്ടി ഇതേപോലൊരു ഡിസൈൻസ് നമ്മളിങ്ങനെ എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കിരീടത്തിൻ്റെ ഭാഗത്തും ഇതേപോലെ ഇങ്ങനെ വി ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ബോളും കൂടെ വെച്ച് അതും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ റൗണ്ടിൽ ബോൾസ് ഉണ്ടാക്കി വെച്ച് കൊടുത്തു. അതിനുശേഷം വീണ്ടും അതിൽ ഒരു ലീഫിൻ്റെയൊക്കെ ഷേപ്പ് വരുന്ന വിധത്തിൽ ഇതേപോലെ ചെയ്തിട്ട് ഇത് നമ്മൾ ഫുൾ റൗണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉണക്കാൻ വേണ്ടി വെക്കുക. ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഉണങ്ങണം, എന്നാൽ മാത്രമാണ് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ആൻറ്റിക് ഫിനിഷിംഗ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഫുൾ ബ്ലാക്ക് കൊടുത്തു. അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഗോൾഡ് കൊടുത്തു. പേൾ ഗോൾഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഒന്ന് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റർ പൗഡറും കൂടെ ഇട്ടു കേട്ടോ. അതായത് ഫെവിക്രിലിൻ്റെ ഗ്ലിറ്റർ പൗഡറാണ് ഇട്ടത്.
അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് ഇഫക്റ്റ് പോലെയൊക്കെ വരില്ലേ, അത് വരാൻ വേണ്ടിയിട്ട് ലെമൺ യെല്ലോ ആണ് ഈ സൈഡിൽ കൊടുക്കുന്നത്. അതിനുശേഷം ഓറഞ്ച് ഈ ഒരു സൈഡിലും കൂടെ കൊടുത്തു. എന്നിട്ട് ബ്രഷ് നന്നായി തുടച്ചതിന് ശേഷം ആ ലെമൺ യെല്ലോയും ഓറഞ്ചും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ ഓറഞ്ചാണ് കൊടുക്കുന്നത്. ആ ഒരു ലീഫ് പോലെ വെച്ചിട്ടുള്ള പാറ്റേൺ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ മജന്ത കൊടുക്കുകയാണ്. ഇത് മജന്ത കളറാണ് കേട്ടോ, റെഡല്ല, ഒരു മജന്ത ഷെയ്ഡാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഇതൊന്ന് മേർജ് ചെയ്തെടുക്കണം. അപ്പോൾ 2 കളറും കൂടെ മേർജ് ആവണം. അത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മേർജ് ആവും കേട്ടോ. അപ്പോൾ കണ്ടോ, ഫിനിഷിങ് വരും തോറും അതിൻ്റെ ഭംഗി കൂടി വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ മജന്തയെ കൊണ്ടുവന്ന ഓറഞ്ചിൻ്റെ അവിടം വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ബ്രഷ് ഡ്രൈ ആയിക്കൊണ്ട് തന്നെ കുറേശ്ശെ പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ മേർജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഓറഞ്ചിൻ്റെ ഭാഗത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഓറഞ്ചും മജന്തയും കൂടെ ഏകദേശം ആയിന്ന് കാണുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് ഓറഞ്ചും കൂടെ എടുത്തിട്ട് ഇതേപോലെ ഓറഞ്ചും മജന്തയും ജോയിൻ ആവുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് മേർജായി കിട്ടും കേട്ടോ. നന്നായി മേർജ് ആയാലാണ് ആ ഒരു നമുക്കൊരു ലൈറ്റ് എഫക്റ്റ് പോലെ വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ, ഞാൻ കുറച്ച് മജന്ത എടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് പെയിൻറ്റ് യൂസ് ചെയ്യരുത്, കുറച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ മേർജ് ചെയ്ത് വരുന്ന വിധത്തിലാവും കേട്ടോ. അപ്പോൾ നമുക്കൊരു ലൈറ്റ് എഫക്റ്റ് ഒക്കെ വരുന്ന പോലത്തെ ഒരു ഫിനിഷിങ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്ത് നല്ല ഭംഗിയായിരിക്കും. ഇത്രയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓറഞ്ച് കളർ എടുത്തിട്ട് നമ്മളിങ്ങനെ ഗ്രൂസ് പോലെ ഇട്ടില്ലേ ഡ്രസ്സിൻ്റെ അവിടെ നമുക്ക് ആ ഗ്രൂസിൻ്റെ ഉള്ളിലൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം കണ്ണ് നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് കണ്ണൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ ഇത് കളർഫുൾ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ലഡു വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ബോൾസ് ഉണ്ടാക്കി അത് അവിടെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്തിട്ട് അതിനും കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡിൽ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒരു സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്തിട്ട് കാർഡ്ബോർഡ് പീസ് മടക്കി ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ നീളത്തിലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മടക്കി കൊടുത്ത് എൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റാൻഡ് അല്ലാന്നുണ്ടെങ്കിൽ വോളിൽ ഡെക്കോർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതൊരു മജന്ത കളറാണ്, ലൈറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരയ്ക്കും. ബൈ ബൈ. താങ്ക് യു ഓൾ.